ഭാരതത്തിന്റെ അഭിമാനമായ യുദ്ധവിമാനം തേജസ് അത് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണപ്പോൾ ഒരു നാടിനെ മുഴുവനാണ് കണ്ണീരിൽ ആക്കിയത്. പക്ഷേ ഇന്നും ഏവിയേഷൻ വിദഗ്ധരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. ആ അപകടത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണം? പൈലറ്റിന്റെ തെറ്റോ അതോ എയർക്രാഫ്റ്റ് ഫെയിലിയർ ആണോ? അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ഒരു കാര്യം ആയ G-ഫോഴ്സ് ബ്ലാക്ക് ആണോ? ഈ വീഡിയോയിൽ നമുക്ക് ഈ അപകടത്തിന്റെ കാരണങ്ങൾ ഡീറ്റെയിലായി പരിശോധിക്കാം. തേജസിന് എന്താണ് സംഭവിച്ചത്? ഇൻസിഡന്റ് നടന്ന ദിവസം തേജസ് ഒരു സാധാരണ ഫ്ലൈറ്റ് മനൂവർ നടത്തുമ്പോൾ ഒടുവിൽ എയർക്രാഫ്റ്റ് പെട്ടെന്ന് നിയന്ത്രണം വിട്ടു. വീഡിയോ ഫുട്ടേജിലും ഐവിറ്റ്നസ് റിപ്പോർട്ടിലും ഒരു കാര്യമാണ് വ്യക്തം. വിമാനം സ്റ്റോൾ ചെയ്യുന്നതുപോലെ നോസ് ഡൗൺ ആയി പോയി. പക്ഷേ സ്റ്റോൾ ആയാൽ പൈലറ്റ് റിക്കവറി ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ഇവിടെ റിക്കവറി തന്നെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് അവസാനം എത്തിച്ചേരുന്നത്. G-ഫോഴ്സ് ബ്ലാക്ക് ഔട്ട്. എന്താണ് G-ഫോഴ്സ് ബ്ലാക്ക് ഔട്ട്? അത് എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് G-ഫോഴ്സ് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് പൈലറ്റ്സ് ബ്ലാക്ക് ഔട്ട് ആയത്? കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരു വലിയ ഭീഷണിയാണ് G-ഫോഴ്സ്. വിമാനം ഹൈസ്പീഡിൽ ടേൺ ചെയ്യുമ്പോൾ പൈലറ്റിന്റെ ശരീരത്തിൽ അമിത സമ്മർദ്ദം അനുഭവിക്കുകയും അതിനാൽ രക്തം ബ്രെയിനിലേക്ക് പോകാതെ തടസ്സപ്പെടുമ്പോൾ പൈലറ്റിന് ബ്ലാക്ക് ഔട്ട് സംഭവിക്കാം. ഇത് ഏവിയേഷനിലേക്ക് G-ഫോഴ്സ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് സംഭവിക്കാം. ഇത് സംഭവിച്ചാൽ പൈലറ്റിന് ഒരുപക്ഷെ 5 മുതൽ 12 സെക്കൻഡ് വരെ പൂർണ്ണ ബോധം നഷ്ടപ്പെടാം. അതേസമയം വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ 1 സെക്കൻഡ് പോലും വേണ്ട തകർന്നു വീഴാൻ. ഇത് തേജസിൽ സംഭവിച്ചതാകുമോ? അപ്പോൾ തേജസ് അപകടത്തിൽ പൈലറ്റിന് G-ഫോഴ്സ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നോ? വീഡിയോയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം വിമാനം ഡൈവ് ചെയ്യുമ്പോൾ പൈലറ്റിൽ നിന്ന് കറക്റ്റീവ് ആക്ഷൻ ഒന്നുമില്ല. ജോയ്സ്റ്റിക് മൂവ്മെന്റ് ഇല്ല, റിക്കവറി മനൂവർ ഇല്ല. അത് ഏവിയേഷൻ എക്സ്പേർട്സ് പലരും പോസിബിൾ G-ഫോഴ്സ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ ഫെയിലിയർ സാധ്യത. പക്ഷേ ഒരു സത്യവുമുണ്ട്. എയർക്രാഫ്റ്റ് മെക്കാനിക്കൽ ഫെയിലിയർ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനാവില്ല. ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം മാൽഫങ്ഷൻ, ഹൈഡ്രോളിക് പ്രഷർ ലോസ്, സെൻസർ ഗ്ലിച്ച് ഇതൊക്കെ സംഭവിച്ചാൽ പൈലറ്റ് ശ്രമിച്ചാലും വിമാനത്തെ ഉയർത്താനാകില്ല. അതുകൊണ്ട് G-ഫോഴ്സ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് സ്ട്രോങ് തിയറി ആണെങ്കിലും ഇത് മാത്രം ഉറപ്പ് എന്നു പറയാനാകില്ല. അപകടത്തിന് ശേഷം നടത്തിയ അന്വേഷണങ്ങളിൽ എല്ലാ ഫ്ലൈറ്റ് ഡേറ്റയും ബ്ലാക്ക് ബോക്സ് വിവരങ്ങളും പരിശോധിക്കുന്നു. അവിടെ കണ്ടുവരുന്ന ഹാർട്ട് റേറ്റ്, സ്റ്റെക്ക് ഇൻപുട്ട്, G-ഫോഴ്സ് ലോഡ് ഫാക്ടർ എല്ലാം ഒത്തുനോക്കിയാണ് യഥാർത്ഥ കാരണം പുറത്തുവരുന്നത്. അപ്പോൾ തേജസിനെ വീഴ്ത്തിയത് G-ഫോഴ്സ് ബ്ലാക്ക് ഔട്ട് ആണോ? അത് ഇന്നും ഒരു തുറന്ന ചോദ്യമാണ്. കൂടുതൽ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് ശേഷം നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എയർഫോഴ്സ് സേഫ്റ്റിക്കും പൈലറ്റ് ട്രെയിനിങ്ങിനും ഈ സംഭവം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. പ്രവർത്തനാത്മകമായ ടെക്നോളജി അതിനേക്കാൾ പ്രധാനമാണ് പൈലറ്റ് ഫിസിക്കൽ ലിമിറ്റ്സ്. ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. നന്ദി.